ഇത് ന്യൂ ഇയറിന് വന്നൊരു കേക്കിൻ്റെ ഓർഡറായിരുന്നു. പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞില്ല. ഒരു കേക്ക് വേണം, അതിൽ ഓൾ ദ ബെസ്റ്റ് എന്ന് മാത്രം എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ആർക്കാ എങ്ങനെയാണെന്നൊന്നും അറിയുന്നില്ലാത്തതുകൊണ്ട് ബർത്ത്ഡേ ആണോ അതോ വേറെ എന്തിനാണോ എന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. അപ്പോൾ ഓർത്തു വന്നാൽ ഒരു സിമ്പിൾ ഡെക്കറേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ പീച്ച് കളർ കൊടുത്ത് ചുവട്ടിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാം. എന്നിട്ട് മുകളിൽ കുറച്ച് എന്തെങ്കിലും ബീഡ്സൊക്കെ ഇട്ട് കൊടുത്ത് ഓൾ ദ ബെസ്റ്റ് എന്ന് എഴുതി സിമ്പിളായിട്ട് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചുവട്ടിലെ ഡിസൈനൊക്കെ തലേദിവസം ചെയ്തു വെച്ചു. പിറ്റേന്ന് ഒന്നും കൂടെ അവർ വിളിച്ച് ചോദിച്ചു, മുകളിൽ വേറെ ഒന്നും എഴുതണ്ടല്ലോ അല്ലേ, ഓൾ ദ ബെസ്റ്റ് എന്ന് മാത്രമല്ലേ എന്ന്. അപ്പോഴാണ് അവർ പറയുന്നത് ഓൾ ദ ബെസ്റ്റ് ബെനീറ്റ എന്ന് എഴുതണമെന്ന്. അപ്പോൾ മുകളിൽ ഞാൻ ബീഡ്സ് ഒന്നും എഴുതി ഇട്ടിട്ട് കൊടുത്തിട്ടില്ല എന്ന്. ഈ ബെനീറ്റ എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ സ്റ്റുഡൻ്റാണേ. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്ന് വീട്ടുകാർ മാത്രം ചേർന്ന് ഒരു കട്ട് ചെയ്യാനുള്ളൊരു കേക്കായിരുന്നു. പിന്നെ ഞാൻ മുകളിലത്തെ ഡിസൈൻ ഇങ്ങനെ ആക്കി കൊടുത്തു. എന്നിട്ട് കുറച്ച് ബീഡ്സ് ചുറ്റിനും വെച്ച് കൊടുത്തു. ഒരു സിമ്പിൾ ഡെക്കറേഷനാക്കി. പിന്നെ അകത്ത് ഓൾ ദി ബെസ്റ്റ് ബെനീറ്റ എന്ന് എഴുതി റെഡിയാക്കി. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ ഡിസൈൻ പലതരത്തിൽ ഞാൻ പല ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ കേക്കിലും. എങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ചിലപ്പോൾ ചില ഡിസൈനുകൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും അല്ലേ? ചില സന്ദർഭങ്ങളിൽ ഇത് ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നും. അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് കൊടുക്കാൻ തോന്നും. അതുപോലെ തന്നെ ചില കസ്റ്റമേഴ്സ് വീണ്ടും ആ ഡിസൈൻ ചോദിച്ച് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നിങ്ങളൊരു ചെറിയ കമൻറ്റെങ്കിലും പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.